അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ 2.5 ഇഞ്ച് വരുന്ന ടൈഗർ ഓസ്കാറുകളെ നമ്മൾ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. 2 ദിവസം നമ്മൾ ഇൻഡോർ വെച്ച് ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സോൾട്ടും മെത്തലിൻ ബ്ലൂവും ആഡ് ചെയ്തൊരു കണ്ടെയ്നറിലാണ് ഇവരെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പതുക്കെ നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്ഥലമായതുകൊണ്ട് അവരിങ്ങനെ സ്റ്റക്കായി പോസ്റ്റായി നിൽക്കുകയാണ്. ഇത് സാധാരണ നമ്മുടെ ഓസ്കാറുകൾ കാണിക്കുന്നൊരു സ്വഭാവമാണ്. അവർക്ക് ചെറിയ സ്ട്രെസ് വരുന്ന സമയത്ത് അവരിങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കും. ചില സമയങ്ങളിൽ സൈഡ് ചെരിഞ്ഞ് ഇവർ കിടക്കാറുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം എടുക്കും ഈ ഒരു സ്പേസിൽ അവരൊന്ന് സെറ്റായി വരാനായിട്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം തണുക്കുന്നുണ്ട് രാത്രി, പ്രത്യേകിച്ച് ഈ കാണുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സിൽ. അപ്പോൾ അവർ ഇതിനോട് ഈ ഒരു ടെമ്പറേച്ചറിനോട് അഡാപ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം മറ്റ് ബക്കറ്റുകളിലും ടബ്ബുകളിലൊക്കെ അല്ലെങ്കിൽ ക്രേറ്റുകളിലൊക്കെ ഉള്ള വെള്ളം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതിനേക്കാളും തണുപ്പ് കൂടുതലാണ് ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ടബ്ബുകളിലും ബക്കറ്റുകളിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ഈ ടബ്ബുകളിലും ബക്കറ്റുകളിലുള്ള വെള്ളത്തിനെ അത് ബാധിച്ച് അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് വരും. അതേസമയം ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം നല്ല തിക്കായിട്ടുള്ള ഇൻസുലേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഫ്രിഡ്ജ് ബോക്സിൻ്റെ കട്ടി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അതുകൂടാതെ മെറ്റലിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ഷീറ്റും ടാർപോളിൻ ഷീറ്റും വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഇൻസുലേഷനാണ് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിന് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിന് തണുപ്പ് കൂടുതലായിട്ട് വരുന്നത്. ഓസ്കാറുകൾ ശരിക്കും വാമായിട്ടുള്ള ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പ് ഔട്ട്ഡോർ ടാങ്കുകളിൽ വളർത്തിയ സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചൂടായിട്ടുള്ള ക്ലൈമറ്റാണ്. വേനൽക്കാലത്തൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. മഴക്കാലം അതുപോലെ തന്നെ തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ ഇവർ കുറച്ച് സൈലൻ്റ് ആണ്. അതുപോലെ തന്നെ മഴക്കാലത്തും തണുപ്പ് കാലത്തൊക്കെ ഇവർ ഫുഡ് കഴിക്കുന്നത് വേനൽക്കാലത്തെ അപേക്ഷിച്ച് കുറവാണ്. വേനൽക്കാലം എന്നല്ല സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ടെമ്പറേച്ചർ കൂടിയ ടെമ്പറേച്ചറാണ് ഇവർക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. വാം ടെമ്പറേച്ചർ എന്നാണ് പറയുക. നമുക്കറിയാം ഇപ്പോൾ വാമായിട്ടുള്ള ടെമ്പറേച്ചർ അല്ല, അത്യാവശ്യം തണുപ്പുണ്ട്. രാത്രി വെള്ളത്തിനും അത്യാവശ്യം തണുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിന്. അതുകൊണ്ട് അടുത്ത കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇവരെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഇവരെ ഇറക്കി വിട്ടിരിക്കുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്താണ്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ പുതിയതായിട്ട് നിറച്ച വെള്ളത്തിന് അത്ര തണുപ്പായിട്ടില്ല. പക്ഷേ രാത്രിയാവുമ്പോൾ തണുപ്പാവാൻ സാധ്യതയുണ്ട്. ആ തണുപ്പ് പിന്നീട് മാറില്ല, സ്ഥിരമായിട്ട് തന്നെ അങ്ങനെ നിൽക്കും. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജ് ബോക്സിന് ഹെവി ഇൻസുലേഷൻ ആയതുകൊണ്ട് തണുപ്പ് നല്ല രീതിയിൽ ഇതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്ത് നിൽക്കും. അത് ഈ ഓസ്കാറുകൾക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. അവർ അഡാപ്റ്റായി വരണം. അതിന് ഒരാഴ്ചയൊക്കെ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസുഖങ്ങളിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഫംഗസ്, വൈറ്റ് സ്പോട്ട് പോലുള്ള അസുഖങ്ങളിലേക്ക്. അതുകൊണ്ട് അടുത്ത ഒരാഴ്ചയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്.